ലൈവില് കുറച്ച് മുന്നേ വീണ്ടും അനുമോള് അനീഷുമായിട്ട് സംസാരിക്കാനായിട്ട് പോയിരുന്നു. അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ സമയത്ത് അനുമോള് പോയിട്ട് അനീഷേട്ടാ ഒന്ന് നമുക്ക് സംസാരിക്കാം, നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. എനിക്കിനി അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞു. അപ്പോൾ അനുമോള് ചോദിച്ചു, അപ്പോൾ അനീഷേട്ടൻ ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് സംസാരിക്കില്ലേ? നേരത്തെ ഞാൻ അനാറ് കൊണ്ടുവന്നില്ലേ, അതുപോലെയൊക്കെ ഞാൻ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ആ ചാപ്റ്റർ വീണ്ടും കുത്തിപ്പൊക്കാൻ എനിക്ക് താല്പര്യമില്ല, അത് അവസാനിച്ചു എന്ന് അനീഷ് അനുമോളുടെ അടുത്ത് പറയാണ്. ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊക്കെ ആയിരിക്കും. നിങ്ങളിൽ എത്ര പേര് ചെന്ന് പറഞ്ഞ ഉടനെ ഒരാൾ എസ് ചേട്ടാ വാ പോവാം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യേട്ടാ. നിങ്ങൾ പ്രേമിച്ചവർ കല്യാണം കഴിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. എന്തായാലും എൻ്റെ അനുഭവത്തിലും ഇല്ല, ഞാൻ കണ്ട മനുഷ്യന്മാർക്കിടയിലും അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ പോയി ഒരാളെടുത്ത് പ്രേമമുണ്ടെന്നോ അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്നോ പറഞ്ഞ ഉടനെ തന്നെ ചേട്ടാ എണീറ്റ് കേട്ടാ പോവാം, ബാഗ് ഇട്ട് കേട്ടാ നമുക്ക് നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയി അങ്ങ് ചെയ്തേളാം എന്ന് പറഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടിയും കാണില്ല, ഒരു ആൺകുട്ടിയും കാണില്ല. വിവാഹം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇതൊരു വസ്തുതയാണ്. നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക. അനീഷ് ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം അനീഷ പെൺകുട്ടിയോട് രാവിലെ വിവാഹ അഭ്യർത്ഥന നടത്തി. അതിന് മറുപടി അനു പറഞ്ഞ് തീരുന്നതിന് മുന്നേ അനീഷ് എണീറ്റ് പോയി. കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിച്ചില്ല. അപ്പോൾ ഇത് പക്ക ഗെയിമാണ്. ഇത് ഗെയിം അല്ലാതെ റിയൽ ലവ് ആണെന്ന് പറഞ്ഞു വന്നാൽ പ്രണയിച്ച് വിവാഹം കഴിച്ച ഏതൊരാൾക്കും ഇത് മനസ്സിലാവും ഇത് ലവ് അല്ല എന്നുള്ളത്. കാരണം ലവോ ആത്മാർത്ഥമായ വിവാഹ അഭ്യർത്ഥനയോ ആണെങ്കിൽ നമ്മൾ ആദ്യം ആളിനെ കേൾക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നോ ആയിക്കോട്ടെ, എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമ്മൾ കേൾക്കണം. അപ്പോൾ രാവിലെ ചെന്ന് അവരോട് അങ്ങോട്ടൊരു പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറയും, ഇതെന്തോന്ന്, ഇത് കല്യാണ കാര്യമല്ലേ ഇയാൾ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. കല്യാണ കാര്യം ഒരാളടുത്ത് പോയി പറയുമ്പോൾ ഒരു പേഷ്യൻസ് വേണ്ടേ? ചെന്ന് പറഞ്ഞ ഉടനെ ഇത് എസ് പറയുന്നത് എന്തുവാ ഇത് നിസ്സാര കാര്യമാണോ? ഇത് എത്രയോ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. വീണ്ടും അനുമോള് പുള്ളിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നത് അയാൾ ഇങ്ങനെ മുഖവും വീർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കണ്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അനുമോളുടെ മര്യാദയാണ്. അയാൾ കംഫർട്ടബിൾ അല്ല, അയാൾക്ക് ഇനി വിഷമമായോ എന്നും പറഞ്ഞ് പോയി സംസാരിക്കാൻ പോകുമ്പോഴും പുള്ളി മസിൽ പിടിച്ച് കിടക്കാണ്. എൻ്റെ പൊന്നനീഷെ, ലൈഫ് എന്ന് പറയുന്നത് ഇതല്ല. അനീഷെ, പ്രേമം തോന്നും, നമുക്ക് ഇഷ്ടം തോന്നും, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നും അല്ല അതിൻ്റെ ഒരു രീതി. അതിനൊക്കെ ഒരു മര്യാദയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ടോക്സിക് ആയിട്ടല്ലല്ലോ. റിലേഷൻസ് എന്ന് പറയുന്നത് ഇത്രയും ടോക്സിക് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്കൊരാളടുത്ത് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞ് തിരിച്ച് നമ്മളോട് ആ ഇഷ്ടം അവർക്ക് ഉണ്ടാവണമെന്നില്ല. ഇനി ഉണ്ടായാൽ തന്നെ അവരത് പറയാൻ ഒരുപാട് അവർക്ക് ആലോചിക്കേണ്ടി വരും. അവരുടെ ഫാമിലിയെക്കുറിച്ച്, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, അവരുടെ ഡ്രീംസിനെ കുറിച്ച്. എന്തുകൊണ്ടാണ് ആരും അതൊന്നും ചിന്തിക്കാത്തതും? ഒരു പെൺകുട്ടി ഒന്ന് ചിരിച്ച് സംസാരിച്ച ഉടനെ അതിൻ്റെ അർത്ഥം പ്രേമമാണെന്നാണോ? പ്രേമം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി പറയും. അവർക്ക് തുറന്നു പറയാൻ എന്താണ് ബുദ്ധിമുട്ട്? അവർ പറയും, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാം. നിങ്ങൾ വിവാഹ അഭ്യർത്ഥനയാണ് നടത്തിയത്. അവരതില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. ഒരാളൊന്ന് സോഷ്യലായിട്ട് ഇടപെട്ട ഉടനെ തന്നെ പ്രേമമാണ്. 38-39 വയസ്സായ അനീഷിന് ഇതൊന്നും അറിയാത്ത ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സീസൺസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ളത് പോട്ടെ, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ. ദിവസം നമ്മൾ എത്രയോ ആളുകളെ കാണുന്നതാണ്, ഒരുപാട് മനുഷ്യരുടെ ജീവിതം കാണുന്നതാണ്. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഊഹിക്കാം അനീഷ് ഈ കാണിക്കുന്നതല്ല ലവ്, അല്ല, ഇതല്ല റിയൽ ആയിട്ടുള്ള ഒരു പ്രണയാഭ്യർത്ഥന, മറിച്ച് ഇതൊരു ഗെയിമാണ്. അനീഷ് കാണിക്കുന്നതാണ് ഗെയിം. അനുമോളെ അനീഷിന്റെ പുറകെ വരുത്തണം, എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അനുമോൾ അയാൾ ഇപ്പോൾ ചോദിച്ചു, പിന്നെ എന്തിനാണ് അയാളുടെ പുറകിലെ പോണ ഇഷ്ടമല്ലെങ്കിൽ എന്ന് പറയിപ്പിക്കണം. ആ പെൺകുട്ടിയെ സമൂഹത്തിൽ സൈബർ അറ്റാക്ക് നടത്താനായിട്ട് എടുത്തെറിഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇതൊന്നുമില്ലാതെ ചിലപ്പോൾ ഈ സീസണിൽ കപ്പടിക്കാൻ പറ്റുന്ന ആളാണ് അനീഷ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ അനീഷ് ഈ സീസണിൽ വിൻ ചെയ്താൽ. പക്ഷെ ഇപ്പോൾ ഈ കാണിക്കുന്ന ചീപ്പ് ഗെയിം, അതിനോട് ഇനിയിപ്പോൾ അനീഷ് എന്നല്ല, ഇതിപ്പോൾ മറ്റേ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് ഈ പണി കാണിച്ചാലും അത് ഊളത്തരമെന്ന് തന്നെ പറയും. ഇതൊരു ചീപ്പ് ഗെയിമാണ്, ചീപ്പ് സ്ട്രാറ്റജിയാണ്.